ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ടെലിഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു മൈനിങ് പ്ലാറ്റ്ഫോമാണ്. സോ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലൈവ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, സോ നമുക്കിതിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, മൈൻ ചെയ്യാൻ പറ്റും. നമ്മളെ ബിഗ്ഗറ്റ് വാലറ്റ് ബൈനാൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മിസ്സാക്കണ്ട എന്തായാലും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ഒരു ബോട്ടിൽ വർക്ക് ചെയ്യാം, എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്നൊക്കെ പറയാം. അതിനിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെക്കൻഡ് ലൈവ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് നമുക്ക് ടെലിഗ്രാം ബോട്ട് വഴിയാണ് മൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഒരു അക്കൗണ്ട് വേണം, അത് മാത്രം മതി. ഓക്കെ, സോ ടെലിഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ബോട്ടിന് ലിങ്ക് താഴെ ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബോട്ടിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ബോട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് അവർ ഫോളോയിങ് ലിസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റും, നമുക്ക് താഴോട്ട് സ്ക്രോൾ ആക്കുകയാണെങ്കിൽ കുറേ പ്രൊജക്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റ് കാണിക്കാം. ഫസ്റ്റത്തെ നമ്മളെ ബൈനാൻസ് വെബ്3 ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ കാണാൻ പറ്റും. പിന്നെ മാജിക് സ്ക്വയർ ഫോളോ ചെയ്യുന്നുണ്ട്, ഗാലക്സി ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ടെബി ചെയിൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ താഴോട്ട് സ്ക്രോൾ ആക്കുകയാണെങ്കിൽ സേഫ് ആൾ, അതേപോലെ BNB ചെയിനും ബിഗ്ഗറ്റ് വാലറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം നല്ല പ്രൊജക്റ്റായിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു മൈനിങ് ആണ്. സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കിയിട്ട് കുറേ കഴിഞ്ഞ് ലിസ്റ്റിംഗ് അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, സോ ഇപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ബോട്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തത് ബോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റാർട്ട് അല്ലെങ്കിൽ പ്ലേ ഗെയിം ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്തെടുക്കുക, ബോട്ട് ഓപ്പൺ ചെയ്യാം. സോ ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിൽ ബോട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് മുകളിൽ മ്യൂസിക് റൺ ആവുന്നുണ്ടാവും. മുകളിലൊരു മ്യൂസിക് ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് മ്യൂസിക് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ഓഫ് ചെയ്യാം. പിന്നെ ഇവിടെ കാണാൻ പറ്റും ചെക്ക് ദ ലേറ്റസ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഒരു അവരെ ഗ്രൂപ്പിലേക്ക് പോകും. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. ബാക്ക് അടിച്ച് കയറി കഴിഞ്ഞാൽ ക്ലെയിം ഓപ്ഷൻ വരും, ക്ലെയിം കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഒരു 1100 പോയിന്റ് ഇവിടുന്ന് ക്ലെയിം എടുത്തിട്ടുണ്ട്. സോ ലവലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ആ സാധനം പോകും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ 1000 പോയിൻ്റാണ് കിട്ടുക. അപ്പോൾ ഓരോ മണിക്കൂറിലും ആണ് ഇവിടുന്ന് ക്ലെയിം ചെയ്യേണ്ടത്. താഴെ കാണാൻ പറ്റും ക്ലെയിം ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ഓരോ മണിക്കൂറിലും മുകളിൽ കാണാൻ പറ്റും. നമ്മുടെ മൈനിങ് സ്പീഡ് 1.1 സ്പീഡാണ്. അതായത് ഒരു മണിക്കൂറിൽ നമുക്ക് 1100 പോയിൻ്റാണ് കിട്ടുക. ഓക്കെ, സോ അത് നമുക്ക് കൂട്ടാനൊക്കെ പറ്റും. എങ്ങനെ കൂട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നമുക്കിതിൽ ഡെയിലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി മുകളിലായിട്ട് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് 1000 പോയിന്റ് ഡെയിലി ചെക്ക് ഇൻ ചെയ്തപ്പോൾ കിട്ടി. രണ്ടാമത്തെ ദിവസം 1100 പോയിന്റ്, മൂന്നാമത്തെ ദിവസം 1200 പോയിന്റ്, അങ്ങനെ കൂടി വരും. ഓക്കെ, ഏഴാമത്തെ ദിവസം 2000 പോയിന്റ് വരെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഡെയിലി മിസ്സാക്കാതെ എന്ത് ചെയ്യണം, അത് ചെക്കിങ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഏഴാമത്തെ ദിവസം 2000 കിട്ടുള്ളൂ. ഓക്കെ, ഒരു ദിവസം മിസ്സാക്കുകയാണെങ്കിൽ വീണ്ടും ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ചെക്ക് ഇൻ ചെയ്തിട്ടും ഏണിങ്സ് ഉണ്ടാക്കാം. പിന്നെ ബോണ്ടി എന്ന ഓപ്ഷൻ കാണാൻ പറ്റും താഴെ ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ. ആ ബോണ്ടി ക്ലിക്ക് ചെയ്യാൻ അവിടെ കുറച്ച് എക്സ്ട്രാ ടാസ്ക് കാണാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് ബിഗ്ഗറ്റ് വാലറ്റ് യൂസ് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ നോക്കിയപ്പോൾ വർക്ക് ആവുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അതിന് ഗ്യാസ് ഫീ വേണ്ടാന്ന് തോന്നുന്നു, ഫ്രീ ആണെന്ന് തോന്നുന്നു. സോ ഓക്കെ, ഇവിടെ 0 ആണ് കാണിക്കുന്നത് ടോണ്. സോ പിന്നെ നമുക്ക് ഫസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് ക്ലെയിം അടിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 10000 പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം, നിങ്ങൾക്ക് ഒരു 50000 പോയിന്റും വീണ്ടും അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു 50000 പോയിന്റ് കിട്ടും. പിന്നെ നിങ്ങൾ ട്വിറ്ററിൽ അവർ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു 50000 പോയിന്റ് എക്സ്ട്രാ കിട്ടും. പിന്നെ 1 ചെയിൻ ചെക്കിംഗ് ഉണ്ട്, അത് മേ ബി ഫീ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് ടോൺ ടോൺ കീപ്പർ യൂസ് ചെയ്തിട്ട് ചെക്കിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്കിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 4000 പോയിന്റ് ഏൺ ചെയ്യാം. പക്ഷേ അതിന് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ടെലിഗ്രാം പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ഞാൻ ഓൾറെഡി ടെലിഗ്രാം പ്രീമിയം എടുത്താണ്, അതുകൊണ്ട് 1,00,000 പോയിന്റ്സ് എനിക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, പിന്നെ ഡെയിലി റെഫറിൽ നിങ്ങൾ ഡെയിലി ഒരു റെഫർ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 15000 പോയിന്റ് ഇവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയും ഇവിടെ നിന്ന് കൂടുതലായിട്ട് പോയിന്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഫസ്റ്റത്തെ സെറ്റപ്പ്. ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്, അത് നമ്മളിപ്പം ഇവിടെ നിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക്, അതായത് ഇപ്പം നമ്മൾ ടോൺ എടുത്ത് ചെക്ക് ഇൻ ചെയ്യുന്നതും അല്ലാതെ റെഫറിൽ എത്ര എമൗണ്ട് കിട്ടിയ ടെലിഗ്രാം പ്രീമിയം ഉള്ള എത്ര ആൾക്കാരെ റെഫർ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് അച്ചീവ്മെൻറ്റ്. സോ അത് നോക്കണമെന്നില്ല. പിന്നെ ബൂസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് സംഭവം. ഇപ്പോൾ എൻ്റെ 1,62,000 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കാണാൻ പറ്റും എനിക്ക് ഏകദേശം ലെവൽ 1 ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കത് അപ്ഗ്രേഡ് ചെയ്യാം. 50000 പോയിന്റ് കൊടുത്തിട്ട് ലെവൽ 2 ആക്കാൻ പറ്റും. ഞാൻ 50000 പോയിന്റ് എടുത്ത് ലെവൽ 2 ആക്കാണ്. സോ ഞാൻ ഇപ്പോൾ ലെവൽ 2 ആയി. ഓക്കെ, സോ ഇനി എനിക്കൊരു 80000 പോയിന്റ് എടുത്ത് പിന്നെ ലെവൽ 3 ആക്കാം. ജസ്റ്റ് വീണ്ടും 80000 പോയിന്റ് എടുത്ത് ലെവൽ 3 ആക്കുന്നുണ്ട്. സോ കാണാൻ പറ്റും ഇപ്പോൾ എനിക്ക് ഓരോ 3 മണിക്കൂറിലും എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താഴെ കാണുന്നത് മേ ബി നമ്മുടെ സ്റ്റോറേജ് ലിമിറ്റ് ആയിരിക്കും, അതും നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫുഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നമ്മുടെ സ്പീഡ് നമുക്ക് 1.1x ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വീണ്ടും കൂട്ടാൻ പറ്റും. വീണ്ടും എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇവരിവിടെ പറയുന്ന ടാസ്ക് ചെയ്യണം. അതായത് നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യണം, അതേപോലെ ഇൻവൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, സോ ഒരു സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള രണ്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെയിൻ ഓപ്ഷൻ വരും.
പിന്നെ താഴെയായിട്ട് സ്പേസ് ഓപ്ഷൻ ഉണ്ട്, അത് കമ്മിങ് സൂൺ ആണ് കൊടുത്ത്. അതെന്താ സംഭവം എന്നറിയില്ല, മേ ബി അത് അവർ കൊണ്ടുവന്നാലേ അറിയുള്ളൂ. കാരണം പുതിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വരാനുണ്ടാവും, അത് ഭാവിയിൽ വരുള്ളൂ. ഓക്കെ, ഭാവി എന്ന് പറയുമ്പോൾ 2-3 മാസത്തിന് ശേഷമായിരിക്കും വരിക. പിന്നെ ഇതിൻ്റെ വിട്രോ മേ ബി 2024 തന്നെ വരാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ 2025 ആയിരിക്കും. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു വർഷം തന്നെ മേ ബി ലിസ്റ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 3-4 മാസം ഓക്കെ മാക്സിമം, അതിൻ്റെ ഉള്ളിൽ തന്നെ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളിതിൽ ടാപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കയറുക, ഇവിടെ കയറിയിട്ട് ക്ലെയിം അടിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ അത്ര വർക്കേ വരുന്നുള്ളൂ, പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ക്രഷ് ബാലൻസ് അല്ലെങ്കിൽ ക്രഷ് പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പോയിന്റ് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ടോക്കൺ കിട്ടുക. ടോക്കൻ്റെ പേര് ക്രഷ് എന്നാണെന്ന് അറിയില്ല, അത് കറക്റ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഓക്കെ, സോ ഫ്യൂച്ചറിൽ അവർ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും എന്ത് ടോക്കണാണ് കിട്ടുക. ഓക്കെ, ഞാൻ അവരുടെ ടെലിഗ്രാം ചാനൽ നോക്കിയപ്പോൾ, ടെലിഗ്രാം അല്ല ട്വിറ്റർ നോക്കിയപ്പോൾ അവരോട് കൊടുത്തിട്ടുള്ളത് നമുക്ക് അവർ നമ്മളെ ബിഗ്ഗറ്റ് വാലറ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പോട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് USDTയും ക്രഷ് എന്ന് പറഞ്ഞ ടോക്കൺ കിട്ടുന്നതാണ് പറയുന്നത്. മേ ബി ടോക്കൻ്റെ പേര് ക്രഷ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺ ക്രഷ് ആയിരിക്കും. അവർ പറയുന്ന ഈ ഒരു പോയിന്റ്, ഇത് മേ ബി പോയിന്റ് ആയിരിക്കും. ഈ പോയിന്റ് കൺവേർട്ട് ആക്കിയിട്ട് നമുക്ക് ക്രഷ് ടോക്കൺ ആയിരിക്കും അവർ തരിക. ഓക്കെ, ഭാവിയിൽ. സോ ഇപ്പോൾ എത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. സോ ബിഗ്ഗറ്റ് വാലറ്റായിട്ട് പാർട്ണർഷിപ്പ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. പിന്നെ ബൈനാൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ BNB നെറ്റ്വർക്കിൽ ലോഞ്ച് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രൊജക്റ്റും കൂടി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ മിസ്സാക്കി കളയണ്ട, മാക്സിമം കയറുക. ഓക്കെ, വർക്ക് ചെയ്യുക, മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് വെക്കുക. ബാക്കി എല്ലാ അപ്ഡേറ്റും ടെലിഗ്രാം ചാനൽ വരും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക.